അൽക്കാട്രസ് ജയിലിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പം അത് കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതിന്. ഈ ജയിലിലേക്ക് പോകാനുള്ള ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു നല്ല വ്യൂ കിട്ടും. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി. ജിസ് ഇനി എത്ര മിനിറ്റാണ്? ഇനിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇത് പോകും തോന്നുന്നു. ഇപ്പോൾ നമുക്കൊരു ഒന്നര മൈൽ ഇവിടുന്ന് വരുള്ളൂ. ഒരു 10 മിനിറ്റ് മാക്സിമം, 5 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ ചെല്ലും. ഇത് അൽക്കാട്രസ് സിറ്റിയിലേക്ക് തന്നെയുള്ള ക്രൂസ് ട്രിപ്പാണ്. ഇത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് ഇതായിരിക്കും അല്ലേ? ഇത് വേറൊരു ഷേപ്പാണല്ലേ? ഫിഷർമെൻസ് വഫിലെ പിയർ 33 നിന്നാണ് നമ്മൾ ബോട്ട് എടുക്കേണ്ടത്. അവിടുന്ന് ജസ്റ്റ് 15 മിനിറ്റ് ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അൽക്കാട്രസ് ദ്വീപിലെത്താം. അൽക്കാട്രസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് ജയിൽ തന്നെയാണ്. ഇത് ബേ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. അതിൻ്റെ നടുക്കൊരു ഐലൻഡ് പോലെയുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ ആ ഏരിയയിൽ. ആ ബ്രിഡ്ജിന്റെ ഈ കാണുന്നത് ബേ ബ്രിഡ്ജ്. ഇതോ ഓൾ ദ വേ ടു ദ ബേ. അതും ബേ ബ്രിഡ്ജിന്റെ തന്നെ ഭാഗമാണല്ലോ അങ്ങേരുന്ന് കാണുന്നത്. 7 മൈൽ ദൂരം ഉണ്ടെന്ന് ബേ ബ്രിഡ്ജിന്. ബേ ബ്രിഡ്ജ് അടിപൊളി സ്ഥലമാണ്, കാണാൻ നല്ല രസമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ്.